ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഐറ്റമാണ്. കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഇതാ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ നന്നായി കളഞ്ഞ് വൃത്തിയാക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലേ പറയുക. ചില നാട്ടിൽ കപ്പ പറയും, ചില നാട്ടിൽ കൊള്ളി എന്ന് പറയും, ചില സ്ഥലത്ത് മരച്ചീനി എന്ന് പറയും, പൂള എന്ന് പറയും, അങ്ങനെ പല പല പേരല്ലേ. നമ്മളെ നാട്ടിൽ കൊള്ളി എന്നൊക്കെ പറയട്ടാ, കപ്പ എന്നും പറയും കൊള്ളി എന്നും പറയട്ടാ. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കപ്പപ്പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ട് കാലത്തുള്ള ആൾക്കാർക്കും പുതിയ കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യണ മലയാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം തന്നെയാണ് കേട്ടോ കപ്പ. കപ്പയും മീൻകറിയൊക്കെ അവരൊക്കെ ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കൈയൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ, പെട്ടെന്ന് മുറിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാതും ഫുള്ളായി ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാളികേരം വേണ്ട കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം കൂടി ചിരവി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പാല് പോലത്തെ ഒരു വെള്ളം ഉണ്ട് ഇതിൽ, അത് നമുക്കൊന്ന് പിഴിഞ്ഞ് നന്നായി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പിന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു പാലിൻ്റെ വെള്ളമുണ്ട്, അത് നമ്മൾ നന്നായി പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ടും കൂടി കപ്പ ഇട്ടിട്ട് നമുക്കൊന്നും കൂടി പിഴിയണം കേട്ടോ, എന്നാലാണ് ഫുള്ളായിട്ട് പോവുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. കപ്പ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ നമുക്ക് തന്നെ എപ്പോഴും കടകളിലൊക്കെ പോയാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്നോട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ കപ്പൊക്കെ. ഇനി നമുക്കൊന്നും കൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. നല്ല ഒന്ന് അതിലിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് കപ്പ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല പുട്ട്, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ കപ്പ ഉണക്കി പൊടിച്ചിട്ടൊക്കെ അല്ലേ കപ്പപ്പുട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകമായിട്ട് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. വല്ല മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ വെറും കട്ടൻ ചായക്കും കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് വെള്ളം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പുട്ടിന് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കട്ട കുത്തൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം പുട്ടുണ്ടാക്കാവുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ പുട്ടുണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഇഷ്ടമാവും കേട്ടോ. അവർ വെറുതെ കപ്പ കൊടുത്താൽ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കഴിക്കില്ല. ഇതുപോലെയൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അവർക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ തന്നെ വെച്ചോളൂ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. ഇപ്പോൾ അതാ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു കേട്ടോ. ഇനി നമുക്ക് പുട്ടും കുറ്റി എടുത്തിട്ട് പുട്ടുണ്ടാക്കണ്ടേ, അതിനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നാളികേരമൊക്കെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 3 കഷ്ണമായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. നല്ലോണം നാളികേരം ഇട്ടോളൂ, അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. വെറും കട്ടൻ ചായയും പുട്ടും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ.
അപ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ ഞാൻ വീണ്ടും പറയാണ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. ഇപ്പോൾ ആ പുട്ടും കുറ്റിയൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് ഗ്യാസ് സ്റ്റൗവിൽ പുട്ടും കുടത്തിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാറുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വല്ല റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ആവിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കുത്താല്ലേ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണേ. അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ കപ്പപ്പുട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി പുട്ടുമാണ്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്.